നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? ഉവ്വ. അത് നീ കണക്ക് വയ്ക്കാനൊന്നും നിക്കണ്ട. സണ്ണിച്ചനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ ഫ്രീ. തീർവായിട്ടും ആ പുരേ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത്. ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാഞ്ഞെന്താ? വിളിക്കാന്നേ. ഓ, ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം 3-4 ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരും. എന്നാ മുതലാളി എന്നെ അങ്ങ് കല്യാണം കഴിച്ചോ? അല്ല, അതെന്തിനാടി? നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോരെ? അതാ മുതലാളി കുഴപ്പം. പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാതെ. കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ 2 നേരം ചോറാന്നാ പറയുന്നേ. പിന്നെ രാജമ്മയ്ക്ക്